ഗോൾഡൻ സീഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മത്തൻ്റെ കൃഷിയെക്കുറിച്ചാണ്. നമ്മളിവിടെ 2-3-4 മത്തൻ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ 3-4 മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതിലുള്ള മത്തൻ പിടിച്ചതിൻ്റെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കാണാവോന്ന് അറിയത്തില്ല. നോക്ക് കണ്ട ഒരെണ്ണം ഇവിടെ പിടിച്ചിട്ടുണ്ട്. അത് വലുതായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ചകൾ കൊണ്ട് നമുക്ക് അതിന് വിളവെടുക്കാൻ പറ്റിയെന്നിരിക്കും. രണ്ടാമത്തത് ഇത് അങ്ങോട്ട് മാറിയാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പോയി ചാടി ഇപ്പുറത്ത് വെച്ച് നോക്കാതെ കാണാവോ എന്നറിയത്തില്ല. നിങ്ങൾക്ക് നോക്കുക, ഇതിൻ്റെ ഇടയിൽ കൂടെ നിന്നിട്ട് ചാടി ചവിട്ടാനൊന്നും സ്ഥലമില്ലാത്ത, ചിലപ്പോൾ ചവിട്ടുന്ന കൊടുത്ത് ചില വള്ളിയിൽ ചവിട്ടുള്ള ചാൻസ് ഉണ്ട്. കണ്ട അതെ മത്തൻ കണ്ട, അതും ഒരുമാതിരി കുഴപ്പമില്ലാതെ വലിയൊരു മത്തനാണത്. ഇത് കാണിച്ചു തരാം. കാണാവോ എന്നറിയത്തില്ല നിങ്ങൾക്ക്. കാണുന്നത് വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? അതെ ഒരെണ്ണം ഇച്ചിരി വലുപ്പമായി വരുന്നേ ഉള്ളൂ. എനിക്കൊന്ന് 1-2 ആഴ്ചക്കുള്ളിൽ അത് വിളവെടുക്കാൻ പറ്റുന്ന ടൈപ്പായി വരുന്നെന്ന് തോന്നുന്നു. ഇനിയുള്ളത് അപ്പുറത്താണ്, ഞാൻ കാണിച്ചു തരാം. അവിടെ 2 എണ്ണം കിടപ്പുണ്ട്. കണ്ടോ പാവൽ, നമ്മൾ പാവൽ കൃഷി ചെയ്തതിൻ്റെ മുകളിലോട്ട് ഒരെണ്ണം വലിഞ്ഞു കയറുക. അവൻ അവിടെ കാണാൻ കിടന്നാൽ മതിയായിരുന്നു. ഇന്നലെ അവൻ കയറി, പക്ഷെ എങ്കിലും അവനവിടെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടില്ല. വലുതായി കഴിഞ്ഞപ്പോഴാണ് സാധനം ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവെടുപ്പ് വന്ന സമയത്താണ്, പാവലിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്താണ് നമ്മളിത് കണ്ടത്. അപ്പോൾ പാവലിപ്പോൾ 2ാമത് വിളവെടുക്കാറായി. ഇനിയിപ്പോൾ അത് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ മത്തന് ഒരുമാതിരി ആകുമല്ലോ. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ഒന്ന് ഈ പാവലിലോട്ട് കയറുന്നത് തൊട്ട് സൈഡിൽ ചെറിയൊരു പുളി നിൽപ്പുണ്ട്. അതിൻ്റെ അകത്തോട്ട് അവൻ വലിഞ്ഞു കയറി. അവിടെയും ഒരെണ്ണം പിടിച്ച് കിടപ്പുണ്ട്. ഇച്ചിരി ചെറുപ്പമാണ്, പക്ഷേ എങ്കിലും നല്ലതാണ്. കണ്ട നമ്മൾ ചെയ്ത കൂട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ 3-4 ഇട്ടതാണ്, എങ്കിലും അത് നല്ല രീതിയിൽ ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പം ഗോൾഡൻ സീഡിൻ്റെ വേറൊരു വീട്ടിലോട്ട് നമുക്ക്